ഹലോ മക്കൾസ്, ക്രിസ്മസ് എക്സാമിന് +1 പൊളിറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്താലോ? വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ മുതൽ 10ാമത്തെ ചാപ്റ്റർ വരെയുള്ള 7, 8, 9, 10 എന്നൊക്കെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രഡിക്റ്റ് ചെയ്തുതരാം. അത് മക്കൾ പഠിച്ചു വെച്ചോളൂ, നിങ്ങൾക്ക് ഒരിക്കൽ പോലും നഷ്ടമാവില്ല. ഇനി വേറൊരു കാര്യം, സാർ ഇത് ഞങ്ങൾക്ക് ഇനി ഫുൾ ചാപ്റ്റർ 1ാമത്തെ ചാപ്റ്റർ മുതൽ ഞങ്ങൾക്ക് വീണ്ടും ഒന്ന് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? അതിന് വേണ്ടിയിട്ടാണ് മക്കൾ നമ്മളെ ബൂസ്റ്റർ ക്രാഷ് ബാച്ച് എന്നുള്ളത്. ബൂസ്റ്റർ ക്രാഷ് ബാച്ച്. സാർ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല. എടാ, പൈസ ഇപ്പോഴുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമാണ്, സൂപ്പർ മാഷ് നിങ്ങളോട് ഒരു കാര്യം പറയാൻ, അല്ലെങ്കിൽ എൻ്റെ പേര് പറയാം, സാർ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇപ്പം തന്നെ കയറി അവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ബൂസ്റ്റർ ക്രാഷ് ബാച്ച് എന്നുള്ള ലിങ്ക്. ആ ലിങ്കിൽ കയറിയിട്ട് ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താളാം. അതായത് ഫോം ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, ക്രിസ്മസ് എക്സാമിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടി ആകെ പെട്ട് കിടക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിൽ പഠിപ്പിക്കുന്ന ആപ്പിലൂടെ ഫുൾ യൂണിറ്റ് ടെസ്റ്റുകൾ, ഈ കാര്യങ്ങൾ അങ്ങനെ മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെവലിൽ നിങ്ങളെ പഠിപ്പിച്ച് എടുത്തിട്ട് ഏറ്റവും നല്ല ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, +1 മാർക്കില്ലെങ്കിൽ +2 പിന്നെ എത്ര മാർക്ക് വാങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കേണ്ടത് നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇങ്ങനെ അധികാര വിഭജനം ഉണ്ട്, ഡിവിഷൻ ഓഫ് പവേഴ്സ്. ഇത് മക്കൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. യൂണിയൻ ലിസ്റ്റ് അതായത് എക്സാമ്പിളാണ് പഠിക്കേണ്ടത്. എക്സാമ്പിൾ പഠിച്ചിട്ട് കുറേ എക്സാമ്പിൾ തന്നിട്ട് നിങ്ങൾക്ക് ടേബിൾ തന്നിട്ട് ഈ ടേബിൾ എന്ത് ചെയ്യാൻ വേണ്ടി പറയും, അതാത് ഹെഡിങ്ങിനനുസരിച്ച് നിങ്ങളോട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയും. ഇങ്ങനെയാണ് വരുന്നത് യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ആ സംഭവങ്ങൾ കേട്ടോ. പിന്നെ എക്സ്പ്ലെയിൻ ടു കോൺഫ്ലിക്റ്റിംഗ്, അതായത് 7ാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ ഫെഡറൽ സിസ്റ്റം പഠിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഫെഡറലിസത്തിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ, അതായത് തർക്കങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ ഇതിലുണ്ട്, നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ അത് നോക്കണേ. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറെ മറ്റൊരു സംഭവമാണ് ലോക്കൽ ഗവൺമെൻറ്, പ്രാദേശിക ഗവൺമെൻറ്റിൽ എസ് വരെ ചോദിക്കാൻ ചാൻസുള്ള, അതായത് 6 മുതൽ 8 മാർക്കിന് വരെ ചോദിക്കാൻ ചാൻസുള്ള 73, 74 ഭരണഘടനാ ഭേദഗതി. ഏതൊക്കെയായിരുന്നു? 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് മക്കളെ? തുങ്കൺ കമ്മിറ്റി ഓർമ്മയില്ലേ? അതായത് നമ്മുടെ പഞ്ചായത്ത്, പിന്നെ അതുപോലെ തന്നെ നഗരങ്ങൾ, അർബണും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ റൂറൽ കാര്യങ്ങളായിട്ടുള്ളത്. അങ്ങനെ പഞ്ചായത്തിൻ്റെയും ഈ പറയുന്നവർക്കൊക്കെ എന്ത് ചെയ്യാണ്, ഇവരുടെയൊക്കെ ഈ വാർഡ് ഇലക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ഭരണഘടനാ ഭേദഗതിയായിരുന്നു 73ഉം 74 എന്ന് പറയട്ടെ. 73, 74 അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കണം മക്കൾ. എന്താണ്, കൃത്യമായിട്ടുള്ള ഇലക്ഷൻ നടക്കാൻ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ ഏതാണ്? ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ വാർഡ് ഇലക്ഷൻ കാര്യമില്ലേ, അതൊക്കെ 73, 74 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് വന്നതാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ അനൗൺസ്മെൻറ്റിലൂടെ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ മക്കളെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടന അമെൻമെൻറ്റ്. മക്കൾ ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ആ ചാപ്റ്ററിൽ നിന്ന് ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഭരണഘടനാ ഭേദഗതി. എന്തായിരുന്നു? ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ അങ്ങനെ തോന്നിയ പോലെ ചെയ്യാൻ പറ്റുമോ? ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയോ കൂട്ടിച്ചേർക്കുകയോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുന്നതാണ് ഭരണഘടന. അങ്ങനെ തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഓരോ പ്രൊസീജിയർ ഉണ്ട്, അതിൻ്റെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. സിമ്പിൾ മെജോറിറ്റി ഓഫ് ദി പാർലമെൻറ്റ്, സ്പെഷ്യൽ മെജോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി ലിമിറ്റേഷൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലിമിറ്റേഷൻസ്, പരിമിതികൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികൾ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു 3-4 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത്. സെറ്റാണോ മക്കളെ? സെറ്റാണോ? അപ്പോൾ മറക്കണ്ട, ബൂസ്റ്റർ ക്രാഷ് ബാച്ചിൻ്റെ കാര്യം മക്കളെ മറക്കരുത്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ കയറി ലിങ്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. കമൻറ്റ് ബോക്സിൽ ഒരു ബൂസ്റ്റർ ക്രാഷ് ബാച്ച് എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ കയറിയിട്ട് മക്കളൊന്നും എന്ത് ചെയ്യുക, ഫോം ഫില്ല് ചെയ്തേക്കാം. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാം നമ്മൾ തൂക്കും. മാത്രമല്ല ബൂസ്റ്റർ ക്രാഷ് ബാച്ചിലൂടെ നമ്മൾ ഫൈനൽ എക്സാമും അടിപൊളിയാക്കും. ഹാപ്പി.